നേരത്തെ നടി ഹണി റോസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ടെലിഫോൺ ലൈനിൽ. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനമാണുള്ളൂ. പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് 1-2 ഇനാഗ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ മോശമായ ഇന്റൻഷൻ ഒന്നും അതിലില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ചിലര് ഹണി റോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു. കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇട്ടിരുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല, അതെന്താണ് ഈ കുന്തി ദേവിയുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഇതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. അവർക്ക് അതുമായിട്ടൊരു സാദൃശ്യമുണ്ട് എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. ബാക്ക് കണ്ട ശകുന്തള രാവിലെ തന്നെ തുടങ്ങിയോടാ. സമയം പോയത് മിച്ചം. ശ്രീ ബോബി ചെമ്മണ്ണൂർ, ഇതിലിപ്പോൾ ഹണി റോസ് പറയുന്ന തുടർച്ചയായി അശ്ലീല അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പിന്തുടർന്നിങ്ങനെ ഇത് സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2 ഉദ്ഘാടനത്തിനാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഏതൊരു ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത്. ഈ കൂടുതൽ ഇനി എന്താ അപകടം വരാനാ എന്റെ കൊച്ചമ്മണി. ഈ 2 ഉദ്ഘാടനത്തിനും ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൽ മോശമായ വാക്കുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ വീണ്ടും എടുത്തു നോക്കുമ്പോ ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ് പലരും കമന്റുകളിൽ ഇട്ടിട്ടിരുന്നു. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. കുന്തി ദേവി എന്ന് പറഞ്ഞതുകൊണ്ടോ ഇതുപോലൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അത് കുറ്റകരമായ വാക്കുകളായിട്ട് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ മറ്റങ്ങനത്തേലൊന്നും അത് കുറ്റകരമായിട്ട് കാണുന്നില്ല. ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, വളരെ നന്ദി ശ്രീ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചതിന്. അതൊക്കെ വേണോ?